ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷയ്ക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു മോഡൽ ചോദ്യപേപ്പർ ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താം. നമുക്ക് ഏതൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത് എന്നൊക്കെ നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ 2026 നമ്മുടെ നാടുകളിലൊക്കെ നടന്ന എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ എക്സാം നടക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുത്താം. അപ്പോൾ ഈ ചോദ്യപേപ്പർ എന്നിലേക്ക് എത്താനും ഇത് നിങ്ങളിലേക്ക് എത്താനൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ശരിയുത്തരം കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കി. നമ്മൾ 4 ഖലീഫമാരെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് ഈ എക്സാമിൻ്റെ ഭാഗത്ത് 4 ഖലീഫമാരെ കുറിച്ച്. ഒന്നാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമത്തത് അലി റളിയല്ലാഹു അൻഹു. അത് ഓർഡറിൽ പഠിക്കണം. അവരുടെ ഭരണപ്രവർത്തനങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കണം. അപ്പോഴാണ് ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കിയത് ആരാണ് എന്നുള്ളത് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കിയത്. അപ്പോൾ അത് അധിക എക്സാമിനും വരുന്നതാണ് ഈ ഒരു ചോദ്യം. ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കിയത് ആരാണ്? അപ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ടു. എവിടെയാണ്? നഹ്ലയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിൽ നിന്ന് വരുമ്പോൾ നഹ്ലയിൽ വെച്ചാണ് ജിന്നുകൾ ഖുർആൻ പാരായണം കേട്ടത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ്. എന്ത്? ഗീബത്ത്. ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്. അതുപോലെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണെന്ത്? നമീമത്ത്. നമീമത്ത്. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് ഇസ്ലാം സ്വീകരിച്ചത് കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയിട്ടു മർദ്ദിച്ചു. ആരായിരുന്നു? പിതൃവ്യനായ ഹക്കമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. അപ്പോൾ നമുക്ക് അത് ടിക്ക് ചെയ്യാം. അടുത്തത് നമ്മുടെ ശത്രുക്കളാണ് ആര്? ശൈത്താന്മാരാണ്. ശൈത്താന്മാർ നമ്മുടെ ശത്രുക്കളാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ കാണുക. എന്താണ് ശൈത്താന്മാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്? തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ കാണണം. ജിന്നുകളിലെ കാഫിറുകളാണ് ശൈത്താന്മാർ. അവരുടെ നേതാവാണ് ഇബ്ലീസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ജിന്നുകളിലെ കാഫിറുകൾ ശൈത്താന്മാർ, ശൈത്താന്മാരുടെ നേതാവാണ് ഇബ്ലീസ്. അതൊക്കെ ഇതിനെ കൂടെ മനസ്സിലാക്കാം കേട്ടോ. അടുത്തത് മറ്റൊരാളുടെ രഹസ്യം ഒളിഞ്ഞിരുന്ന് നോക്കൽ. എന്താണ്? ഹറാമാണ്. മറ്റൊരാളുടെ രഹസ്യം ഒളിഞ്ഞിരുന്ന് നോക്കൽ, ഔറത്തിലേക്ക് നോക്കൽ, ഇതൊക്കെ ഹറാമാണ്. കണ്ണുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹറാമായ കാര്യങ്ങളിൽ പെട്ടതാണ്. അടുത്തത് ചേരുംപടി ചേർക്കാൻ. 12 വർഷം ഭരണം നടത്തിയ ഖലീഫ. 12 വർഷം ഭരണം നടത്തിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. 12 വർഷമാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നതിൻ്റെ സി നമുക്കവിടെ അടയാളപ്പെടുത്താം. 82 വയസ്സായപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്. നമ്മളതൊക്കെ മനസ്സിലാക്കണം. ഹിജ്റ 35-ാം വർഷം ദുൽഹിജ്ജ 18-നായിരുന്നു. അപ്പോൾ അതൊക്കെ ചോദ്യമായിട്ട് വരാം, ഓർത്തു വെക്കട്ടാ. ഇനി ഇബാദത്തിൽ മുഴുകാൻ അധികാരം ഉപേക്ഷിച്ച് നാടുവിട്ടു. ആരായിരുന്നു? ഇബ്രാഹിം ഇബ്നു അദ്ഹം. ബൽഹിലെ രാജാവായിരുന്നു. പ്രസിദ്ധനായ ഒരു സൂഫി വര്യനായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം. ഇബാദത്തിൽ മുഴുകാൻ വേണ്ടിയിട്ട് അധികാരം ഉപേക്ഷിച്ച് നാടുവിട്ടു. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം, ഇബ്രാഹിം ഇബ്നു അദ്ഹം. അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കലാപത്തിൻ്റെ സൂത്രധാരൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കലാപത്തിൻ്റെ സൂത്രധാരനാണ് ഇബ്നു സബ എന്ന ജൂതന്. ഇബ്നു സബ. അപ്പോൾ അതിൻ്റെ ഈ നമുക്കവിടെ എഴുതാം. അടുത്തത് ഹിജ്റ 13-ാം വർഷം വഫാത്തായ ഖലീഫ. ഹിജ്റ 13-ാം വർഷം വഫാത്തായത്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 3-ാം വർഷമാണ് ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പം മുതലേയുള്ള കൂട്ടുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, ഇതുപോലെ മാച്ച് ചെയ്യാൻ വരട്ടാ. അടുത്തത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകനാണ് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. അലി റളിയല്ലാഹു അൻഹു റമദാൻ 17 സുബഹി നിസ്കാരത്തിന് ഇറങ്ങുമ്പോൾ നെറ്റിയിൽ വെട്ടി. റമദാൻ 17 റമദാനിലാണ്. അപ്പോൾ മാസവും തീയതിയൊക്കെ മനസ്സിലാക്കുക. ജനാസ കൂഫയിലാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കൂഫയിലാണ്. കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അന്ന് അദ്ദേഹത്തിന് 10 വയസ്സായിരുന്നു. തബൂക്ക് ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും അലി റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. തബൂക്കിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിക്കും. അപ്പം എന്താണ്? തബൂക്ക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പ്രതിനിധിയായി നിർത്തിയത് അദ്ദേഹത്തെയായിരുന്നു. അത് ഓർക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി എന്തിനാണ്? ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച സൂക്ഷിപ്പു സ്വത്തുക്കൾ ഉടമസ്ഥർക്ക് നൽകാനായിട്ടാണ് ഏൽപ്പിച്ചതൊക്കെ. അപ്പോൾ അടുത്തത് മനസ്സിലാക്കണം. അടുത്ത ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അല്ലാഹു തആലയെ നാം അറിയുന്നത് ഡാഷ് കൊണ്ടാണ്. എന്താണ്? അടയാളങ്ങൾ കൊണ്ടാണ്. അല്ലാഹു തആലയെ നാം അറിയുന്നത് അടയാളങ്ങൾ കൊണ്ടാണ്. ഈ ലോകം അതിനുള്ള തെളിവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ്. അപ്പോൾ അല്ലാഹു തആലയെ നാം അറിയുന്നത് അടയാളങ്ങൾ കൊണ്ടാണ്. ചലനം റൂഹുണ്ടെന്ന് അറിയിക്കുന്നു. ഈ ലോകവും അതിലുള്ളതെല്ലാം അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഡാഷ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ്. ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ്. അടുത്തത് പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്നത് ഡാഷ് മൂലമാണ്. എന്താണ്? തെറ്റായ സംസാരം മൂലമാണ്. തെറ്റായ സംസാരം മൂലമാണ് പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്നത്. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട് കേട്ടോ. ഏതൊരു കർമ്മവും സ്വീകാര്യമാകുന്നത് ഡാഷ് പരിഗണിച്ചാണ്. എന്താണ്? നിയ്യത്ത് പരിഗണിച്ചാണ് ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെ ഡാഷിൻ്റെ സുവർണകാലം അവസാനിച്ചു. ഖിലാഫത്തിൻ്റെ സുവർണകാലം അവസാനിച്ചത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെയാണ്. അടുത്തതാ, പ്രയാസമുണ്ടാകുമ്പോൾ ലഭിക്കുന്ന ഡാഷ് നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. എന്താണ് പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുക? സാന്ത്വനങ്ങൾ. പ്രയാസമുണ്ടാകുമ്പോൾ ലഭിക്കുന്ന സാന്ത്വനങ്ങൾ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. കണ്ണും കാതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പാഠത്തിൽ. അപ്പോൾ കേൾവി ശക്തിയാണ് നമുക്ക് സാന്ത്വന വാക്കുകളൊക്കെ കേൾക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് പ്രയാസം ഉണ്ടാകുമ്പോൾ. അതുപോലെ തന്നെയാണ് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ. അതിനൊക്കെ നമുക്ക് കാതുകൾ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്യണം. എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? ഈ 2 അനുഗ്രഹങ്ങൾ നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതെയുമാണ് ശുക്ർ ചെയ്യേണ്ടത്. അല്ലാഹു തആല നമുക്ക് കണ്ണും കാതും തന്നു. ഈ 2 അനുഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ട ചോദ്യം വരും. അപ്പം അത് പഠിക്കണം കേട്ടോ. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിലെ തടസ്സം നീക്കലാണ്. അപ്പോൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ ശ്രേഷ്ഠമായത്. എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സ്
എന്താണ്? വിശുദ്ധ ഖുർആനാണ്. എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സ് വിശുദ്ധ ഖുർആനാണ്. അത് ശക്തമായ ഭാഷമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം അബ്ദുള്ള എന്നാണ്. യഥാർത്ഥ നാമം അബ്ദുള്ള എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന എല്ലാ കാര്യവും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിനാൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. അതുപോലെ അബൂ ഹഫ്സ് എന്നായിരുന്നു വിളിപ്പേര്. ആരുടെ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടെ ഫാറൂഖ് എന്ന് വിളിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനെ. അസദുല്ല, ഹൈദർ എന്നാണ് അലി റളിയല്ലാഹു അൻഹു എന്നീ സ്ഥാനപ്പേരുകൾ. അസദുല്ല, ഹൈദർ. ദുന്നൂറൈൻ എന്ന് പേര് ലഭിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ വിവാഹം ചെയ്തത് കാരണമാണ് ആ പേര് ലഭിച്ചത്. ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതെന്താണ്? കുട്ടികളിൽ ആദ്യം മുസ്ലിമായത് ആര്? അലി റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ ആദ്യം മുസ്ലിമായത് അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ ജനങ്ങളെ ശാന്തരാക്കിയ വ്യക്തി ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തുകയാണ്. അതെന്തായിരുന്നു? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ശാന്തരാക്കാൻ പറഞ്ഞത്? നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ആരാധിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആലയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. അതാണ് രംഗം ശാന്തമാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ശൈത്താന്മാരുടെ നേതാവ്, നേരത്തെ പറഞ്ഞില്ലേ, ശൈത്താന്മാരുടെ നേതാവാണ് ഇബ്ലീസ്. ശൈത്താന്മാരുടെ നേതാവ് ഇബ്ലീസ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ലോകത്ത് ഹൈറും ഷർറും നടക്കുന്നു, നാം എന്ത് ചെയ്യണം? ഹൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. ഹൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചത് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ ഏൽപ്പിച്ച സൂക്ഷിപ്പു സ്വത്തുക്കൾ ഉടമസ്ഥർക്ക് നൽകാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. അടുത്തത്, നാം ആർജിക്കേണ്ട 4 സ്വഭാവങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങി നല്ല സ്വഭാവങ്ങൾ നാം ആർജിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 സ്വഭാവങ്ങൾ എഴുതാം. അടുത്തതാ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ എന്ന പേര് വരാൻ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യം റുഖിയ ബീവി റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു. അവരുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായെയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുന്നൂറൈൻ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ അത്ര എഴുതാനൊന്നും നമുക്കിവിടെ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് എഴുതാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ വിവാഹം ചെയ്തത് കൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ എന്ന പേര് ലഭിച്ചത്. അടുത്തത്, കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ്, അവർക്ക് എങ്ങനെ നന്ദി ചെയ്യണം? ഇത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂടുതൽ പറഞ്ഞു പോകുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇപ്പോൾ നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്? ഈ 2 അനുഗ്രഹങ്ങൾ നന്മയിൽ ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതെയുമാണ് അവക്ക് നാം ശുക്ർ ചെയ്യേണ്ടത്, നന്ദി ചെയ്യേണ്ടത്. മനസ്സിലാക്കട്ടാ. അല്ലാഹു തആലാക്ക് ജായിസായ സിഫത്ത് ഏതാണ്? അല്ലാഹു തആലാക്ക് വാജിബായ സിഫത്ത് 20, ജായിസായ സിഫത്ത് 1. വാജിബിൻ്റെ വിപരീതങ്ങളാണ് മുസ്തഹീൽ. അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്ത് ഏത്? ചോദ്യം വരും. അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്താണ് മുസ്തഹീലായ സിഫത്ത്. വാജിബായ സിഫത്തിൻ്റെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്ത്. വാജിബ് 20, മുസ്തഹീൽ 20. ജായിസായ ഒരു സിഫത്താണ് അള്ളാഹുവിനുള്ളത്. ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് അള്ളാഹു തആലാക്ക് ജായിസായ സിഫത്ത്. ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് ജായിസായ സിഫത്ത്. അപ്പോൾ ആ പാഠഭാഗത്തിൽ
വാജിബായ സിഫത്ത്, വിപരീതം മുസ്തഹിലായ സിഫത്ത് നന്നായിട്ട് പഠിക്കണം. ഓപ്പോസിറ്റൊക്കെ എഴുതാൻ വരും. ബക്കാ എന്നതിൻ്റെ വിപരീതം ഏത്? ഫനാ. പിന്നെ കുദ്റത്ത് എന്നതിൻ്റെ അർത്ഥം എന്ത്? കഴിവ്. അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് ഫസ്റ്റത്തെ 10 എന്തായാലും നിർബന്ധമായിട്ടും ഓപ്പോസിറ്റും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വാജിബും മുസ്തഹിലും. അടുത്തത് എന്താണ്? പുലർന്ന ഖുർആനിക പ്രവചനത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഖുർആനിൽ പ്രവചനങ്ങൾ അല്ലേ, അതിൽ പലതും പുലർന്നു, ഇനി പുലരാനിരിക്കുന്നതുണ്ട്. അതിൽ പുലർന്നതാണ് ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്ന് ഖുർആൻ പ്രവചിച്ചിരുന്നു. അത് നടന്നു. പിന്നെ പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കുമെന്നും ഖുർആൻ പ്രവചിക്കുകയും അതും പുലരുകയും ചെയ്തു. അപ്പോൾ ഒന്ന് എഴുതാം, മനസ്സിലാക്കി വെക്കട്ടോ. അതും തന്നെയാണ് ഖുർആനിൻ്റെ സ്വാധീന ശക്തി. മനസ്സിലാക്കണം. ഖുർആനിൻ്റെ സ്വാധീന ശക്തി കാരണം മുസ്ലിം ആയതാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഖുർആൻ കേട്ട് മാനസാന്തരമുണ്ടായി, അങ്ങനെ മുസ്ലിമായി. എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ് ഖുർആൻ. മനുഷ്യരുടെ ജീവിത വിജയത്തിനാവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. അത് ഖുർആൻ എന്നതിനെക്കുറിച്ചൊക്കെ 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ അതൊക്കെ മനസ്സിലാക്കി എഴുതണം. ഇനി അടുത്തത് നമുക്ക് 2 ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ ഇത് 2 പഠിക്കണം. ഇതിലേതെങ്കിലും ആ ഓപ്ഷൻ മാറിയൊക്കെ വരാം. മനസ്സിലായില്ലേ? ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ സഹോദരിയുടെ വീട്ടിൽ കയറി അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായി. തിരുസവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. പരസ്യമായ പ്രബോധനം ചെയ്യാൻ ഈ സംഭവം മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാറൂഖ് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ ഖദറിലെ വിശ്വാസം. ഖദറിലെ വിശ്വാസത്തിനെ കുറിച്ചിട്ട്, ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേതാണ് ഖദറിൽ വിശ്വസിക്കൽ. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജനനം, മരണം, രോഗം, ആരോഗ്യം, വളർച്ച, തളർച്ച തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. അതിൽ ഹൈറായ കാര്യങ്ങളും ഷർറായ കാര്യങ്ങളുമുണ്ട്. ഹൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് 2ഉം പഠിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വന്നാലൊക്കെ നമുക്ക് മാറി വന്നാൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഇനി ഇജാസുൽ ഖുർആൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിനെ കുറിച്ചിട്ട് എഴുതാൻ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്തൊക്കെ എഴുതാം നമുക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൻ നാസ് കൊണ്ട് അവസാനിക്കുന്ന അമാനുഷിക ഗ്രന്ഥമാണ് ഖുർആൻ. അതിന് പല മുഖങ്ങളുണ്ട്. ഖുർആനിന് പല മുഖങ്ങളുണ്ട്. ഖുർആൻ്റെ സാഹിത്യ മേന്മ, പ്രവചനങ്ങൾ, സമ്പൂർണ്ണ നിയമങ്ങൾ, സ്വാധീന ശക്തി, വൈജ്ഞാനിക മേന്മ, അതൊക്കെ മനസ്സിലാക്കുക. അതൊക്കെ ചേർത്ത് എഴുതാം. ഖുർആനിൽ സത്യമല്ലാത്തതൊന്നുമില്ല. ശക്തമായ ഭാഷമാണ്. തത്വസമ്പൂർണമായ ദിക്റാണ്. നേർമാർഗമാണ്. ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. അതൊക്കെ ചേർത്ത് ഖുർആനിനെ കുറിച്ചിട്ട് നമുക്കവിടെ എഴുതാം. അടുത്തതെന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ. 1ാം ഖലീഫയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 3ാം വർഷമാണ്. പരിശുദ്ധ മക്കയിൽ ജനിച്ച് ഖുറൈശ് ഗോത്രത്തിൽ ബനു തൈമു വംശത്തിൽ അബൂ ഖുഹാഫയുടെയും ഉമ്മു ഹൈറിൻ്റെയും മകനാണ് അദ്ദേഹം. അബ്ദുള്ള എന്നായിരുന്നു യഥാർത്ഥ നാമം. ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിലെ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സഹാബികളെ സമാധാനിപ്പിച്ചതും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. നിരവധി പ്രമുഖ സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ് ഇസ്ലാം സ്വീകരിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അദ്ദേഹം. തൻ്റെ സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചത് ആരെന്നും ചോദ്യം വരാം. അപ്പം അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പറഞ്ഞത് തൻ്റെ സമ്പത്തിൻ്റെ മിക്ക ഭാഗവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അബൂബക്കറിൻ്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല ഒക്കെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സഹാബികൾ എവിടെ വെച്ചാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തത്? ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ചാണ്. അതൊക്കെ ഓരോ പാഠത്തിലും ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ മറ്റു ഉലൂമുദ്ദീനിൻ്റെയും മസാലിൽ ഫിഖിൻ്റെയും അഹ്കാമു തജ്വീദിൻ്റെയും ചോദ്യപേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. ഇനി എടുക്കാൻ അറിയാത്തവർ ഒന്ന് മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടുപോകുന്നത് ഉണ്ടായേക്കാം. എന്തെങ്കിലും കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.